എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പം നമ്മുടെ ഗോക്കു അവനാണെങ്കിൽ ആ മാസ്റ്ററുമായിട്ട് ഫൈറ്റ് ചെയ്ത് മുഴുവനായിട്ടും ആ മോൺസ്റ്ററായി മാറിയിരിക്കുകയാണ്. മാസ്റ്റർ ആണെങ്കിൽ അവൻ മറ്റുള്ളവർക്കൊരു ഉപദ്രവമായിട്ട് മാറാതിരിക്കാൻ ആളുടെ പവർ ഉപയോഗിച്ച് അവനെ മുഴുവനായിട്ട് നോക്കൗട്ട് ചെയ്യും. അതുകൊണ്ട് ചുറ്റുമുള്ളവരെല്ലാവരും ഞെട്ടുകയാണ്. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ അത് സഹിക്കാനായിട്ട് കഴിയില്ല. കാരണം അവർക്ക് ഗോക്കു അത്രമേൽ പ്രിയപ്പെട്ടവനാണ്. അവനെയാണ് ഇപ്പോൾ അവർക്ക് നഷ്ടമായിരിക്കുന്നത്. അവർ ആ ഒരു വേദനയിൽ ഇപ്പൊ കരയാനായിട്ട് തുടങ്ങും. ഇവിടെ ആങ്കർ ആണെങ്കിൽ വിളിച്ചു പറയും, ഈ ഒരു മത്സരത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊന്നും സംഭവിക്കുന്നത്. ഗോക്കുവിന് എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. അവൻ ശരിക്കും ഉള്ളവരെ ഇല്ലാതാക്കുന്ന ഒരു മോൺസ്റ്ററായി മാറി. കറക്റ്റ് സമയം ജാക്കി ചാൻ അദ്ദേഹത്തിന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് അവനെ ഇല്ലാതാക്കാനും ഇവിടെയുള്ള ജനങ്ങളെ രക്ഷിക്കാനും അദ്ദേഹത്തിന് ചാമ്പ്യനായി മാറാനും കഴിഞ്ഞത്. ഇതെന്നും ഈ മത്സരങ്ങളുടെ ചരിത്രത്തിൽ എഴുതി കുറിക്കപ്പെടും. അത് കേട്ട് മൊട്ടപ്പനാണെങ്കിൽ വിളിച്ചു പറയും, ആള് ചാമ്പ്യനല്ല, കൊലയാളിയാണ്. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്റെ ബ്രദർ ഗോക്കുവിനെ ആൾ ഇല്ലാതാക്കി. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗോക്കുവിനെ അവനെ തിരികെ കിട്ടിയേ പറ്റൂന്ന് പറഞ്ഞ് മൊട്ടപ്പനാണെങ്കിൽ ഒച്ചത്തിൽ ബഹളം ഉണ്ടാക്കും. ഇവിടെ മാസ്റ്റർ ആള് പതിയെ പതിയെ ബാക്ക് ടു നോർമൽ ആവും. ഗോക്കുവിനെ നഷ്ടപ്പെട്ടു പോയതിൽ ഇപ്പൊ മാസ്റ്ററിനും ഒരുപാട് വേദനയുണ്ട്. പക്ഷേ മാസ്റ്ററിന് മുൻപിൽ മറ്റൊരു വഴിയും ഇല്ലായിരുന്നു. മാത്രമല്ല ഗോക്കുവിനെ ബാക്ക് ടു നോർമൽ ആക്കാനുള്ള ഒരു സൊല്യൂഷൻ അത് മാസ്റ്ററിന് അറിയില്ലായിരുന്നു. അവനെ തകർക്കുക എന്നൊരൊറ്റ ഓപ്ഷൻ അത് മാത്രമാണ് മാസ്റ്റർ അദ്ദേഹം അവലംബിച്ചത്. മൊൽമയാണെങ്കിൽ ദേഷ്യപ്പെട്ട് അപ്പാപ്പനെ ചീത്ത വിളിക്കുകയാണ്. അതിന് അപ്പാപ്പനാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നിർത്തണം നിങ്ങൾ, സ്റ്റോപ്പ് ദ ഫക്ക്, നിങ്ങളിത് കാണുന്നില്ലേ, നിങ്ങൾക്ക് എണ്ണുണ്ടെങ്കിൽ ഒന്ന് അവിടേക്ക് നോക്കാൻ പറഞ്ഞ് അപ്പാപ്പനാണെങ്കിൽ ദൂരേക്ക് ചൂണ്ടുകയാണ്. അപ്പോഴായിരിക്കും ഒരു വാലങ്ങനെ ഉയർന്നു നിൽക്കുന്നത് കാണുക. അത് മറ്റാരുമല്ല, നമ്മുടെ കുഞ്ഞൻ ഗോക്കു ബാക്ക് ടു നോർമലായി കിടന്നുറങ്ങുകയാണ്. അപ്പാപ്പനാണെങ്കിൽ അവരോട് പറയും, ഇപ്പൊ എനിക്ക് എന്നോട് തന്നെ അഭിമാനം തോന്നുകയാണ്. ഞാൻ യഥാർത്ഥത്തിൽ തകർത്തത് ഗോക്കുവിനെ അല്ല, മറ്റൊന്നിനെയാണെന്ന് പറഞ്ഞ് ആളാണെങ്കിൽ ഇപ്പൊ ആകാശത്തേക്ക് വിരൽ ചൂണ്ടും. എല്ലാവരും മുകളിലേക്ക് നോക്കും. ഫുൾ മൂൺ അതിപ്പോ അവിടെ കാണാനില്ല. അത് കണ്ട് അവിടെയുള്ളവരെല്ലാവരും ഞെട്ടും. മാസ്റ്റർ അദ്ദേഹത്തിന്റെ പവർ ഉപയോഗിച്ച് ഫുൾ മൂണിനെ തന്നെ വാനിഷ് ചെയ്ത് കളഞ്ഞു. ഇവിടെ ആങ്കർ ആണെങ്കിൽ ഒച്ചത്തിൽ പറയും, ഓ നോ, ഇത് വലിയൊരു അത്ഭുതം തന്നെയാണ്. ജാക്കി ചാൻ ആളുടെ പവർ ഉപയോഗിച്ച് മൂണിനെ തന്നെ ഇല്ലാതാക്കി. ഇനി എങ്ങനെ നമ്മൾ മൂൺ വാക്ക് ചെയ്യും? നൈറ്റ് എങ്ങനെ ഇല്ലാതെ നമ്മൾ പുറത്തിറങ്ങി നടക്കും? ഇത് ശരിക്കും ഒരു നഷ്ടമാണെന്ന് പറയും. അത് കേട്ട് കൂടുതൽ ടെൻസ്ഡ് ആയ ജാക്കി മാസ്റ്റർ ആണെങ്കിൽ ഇപ്പൊ ആങ്കറിനോട് ദേഷ്യപ്പെടും. യു ആർ അൺബിലീവബിൾ, നീ നോക്കി നിൽക്കാതെ എണ്ണാനായിട്ട് തുടങ്ങും. അത് കേട്ട് അവൻ എണ്ണാനായിട്ട് തുടങ്ങും. പക്ഷെ അടുത്ത നിമിഷം ഗോക്കു അവൻ ചാടി എഴുന്നേക്കാണ്. മാസ്റ്ററിനാണെങ്കിൽ ദേഷ്യം ഇരട്ടിയാവും. നീ കറക്റ്റ് ആയിട്ട് എണ്ണുകയായിരുന്നെങ്കിൽ ഇതിനോടകം ഞാൻ ജയിച്ചേനെ. ഗോക്കു ആണെങ്കിൽ അവന്റെ ശരീരത്തിലേക്ക് നോക്കും. ശരീരത്തിൽ ഡ്രസ് ഇല്ല. ഗോക്കു ആണെങ്കിൽ വീണ്ടും ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവും. ചുറ്റുമുള്ള ജനങ്ങളും സ്ത്രീകളും അവരും എല്ലാവരും ഇപ്പോൾ ഗോക്കുവിന്റെ ശരീരഭാഗങ്ങളൊക്കെ കണ്ട് ചിരിക്കുകയാണ്. അതിന് ഗോക്കു ആണെങ്കിൽ കാഷ്വലായിട്ട് പറയും, എനിക്കറിയാം നിങ്ങൾ പെണ്ണുങ്ങളല്ലേ, എന്റെ ബോഡി കണ്ട് നിങ്ങൾ ചിരിക്കുകയാണല്ലേ. ഇപ്പൊ മുൻപ് വരെ എന്റെ ബോഡിയിൽ ഡ്രസ്സ് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പൊ എന്റെ ഡ്രസ്സ് അതെവിടെയോ എനിക്ക് നഷ്ടമായി. അത് കേട്ട് മൊട്ടപ്പനാണെങ്കിൽ നിനക്ക് ഞാൻ ഡ്രസ്സ് തരാമെന്ന് പറഞ്ഞ് അവന്റെ ഡ്രസ്സ് കഴിച്ച് ഗോക്കുവിന് കൊടുക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഇടും. മൊട്ടപ്പനാണെങ്കിൽ ഇപ്പൊ ഗോക്കുവിനോട് ആ ഒരു ട്രാൻസ്ഫർമേഷനെ കുറിച്ച് ചോദിക്കുകയാണ്. പക്ഷേ ഗോക്കുവിനാണെങ്കിൽ അതിനെക്കുറിച്ച് യാതൊരു ഓർമ്മയില്ല. അത് മനസ്സിലാക്കിയ മൊട്ടപ്പൻ അവന്റെ പഴയ സ്ഥാനത്തേക്ക് പോകും. മാച്ച് ആണെങ്കിൽ വീണ്ടും പുനരാരംഭിക്കും. മാസ്റ്റർ ആണെങ്കിൽ ആളുടെ പവർ അത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷേ ഓൾറെഡി ഒരുപാട് പവർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആൾക്ക് ഇപ്പൊ സ്ട്രെങ്ത് ഇല്ല. ഗോക്കുവിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. ഇതെനിക്കൊരു ബെനിഫിറ്റ് ആണ്, തീർച്ചയായിട്ടും ജാക്കി ചാനെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞ് അവന്റെ പവർ ഉപയോഗിച്ച് മാസ്റ്ററിനെ അട്ടിച്ച് മുകളിലേക്ക് തെറിപ്പിക്കും. ട്രൈ ചെയ്ത് പോകുന്ന ജാക്കിയെ ഇപ്പൊ ഗോക്കു ചവിട്ടി താഴേക്ക് ഇടുകയാണ്. മാസ്റ്ററിനാണെങ്കിൽ ഇപ്പൊ ആളുടെ പവർ ഉപയോഗിക്കാൻ കഴിയാതെ ആൾ ഇറങ്ങിന് പുറത്ത് അങ്ങനെ ലാൻഡ് ചെയ്യും. ആൻസം ബോയും അവിടെ ഉണ്ടായിരുന്ന ബുൽമയും നമ്മുടെ ആൾക്കാരും എല്ലാവരും ഇപ്പൊ ഗോക്കുവിന്റെ പേര് വിളിച്ച് ചേറുകയാണ്. 12 വയസ്സുള്ള ഒരു പൊടി പയ്യൻ ഇത്രയും പവർഫുള്ളായ ആളുകളെ എല്ലാം തോൽപ്പിച്ച് ചാമ്പ്യനായി മാറി. നമ്മുടെ ഗോക്കുവിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവനൊരു സ്റ്റൈലും ചെരിയൊക്കെ കൊടുത്ത് അങ്ങനെ ഹായ് ആയിട്ട് നിൽക്കും. ആങ്കർ ആണെങ്കിൽ ഗോക്കു വിജയിച്ചതായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അപ്പോഴായിരിക്കും നമ്മുടെ മാസ്റ്റർ ആങ്കറിനെ ആളുടെ അരികിലേക്ക് വിളിക്കുക. നിങ്ങൾ എന്റെ കാല് കണ്ടില്ലേ? എന്റെ കാലുള്ളത് ഇപ്പോഴും കോതയിൽ തന്നെയാണ്, നിലത്ത് എന്റെ കാല് മുട്ടിയിട്ടില്ല. അത് കണ്ട ആങ്കർ ആണെങ്കിൽ ഓ നോ, ഈ മത്സരം അവസാനിച്ചിട്ടില്ല, വീണ്ടും ഇത് തുടരാണെന്ന് പറയും. ഗോക്കുവിനാണെങ്കിൽ ചത്താ മതിയെന്നാവും. അപ്പാപ്പൻ വീണ്ടും ഗോതയിലേക്ക് കയറി വന്ന് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. മാസ്റ്റർ ആണെങ്കിൽ ഗോക്കുവിനോട് പറയും, ഗോക്കു, എനിക്ക് നന്നായിട്ട് അറിയാം നിനക്ക് വിശക്കുന്നുണ്ട് എന്ന്. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. നമ്മുടെ രണ്ടുപേരുടെ എനർജി അത് ഡ്രൈൻ ആയിരിക്കുകയാണ്. നമുക്കിനി വലിയ വലിയ പവറുകളൊന്നും ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യേണ്ട, നമ്മുടെ സ്ട്രെങ്ത് ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്ത് ആരാണ് ജയിക്കുന്നത് നോക്കാമെന്ന് പറയും. അതിന് ഗോക്കു ഓക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും സ്ട്രെങ്ത് ഉപയോഗിച്ച് പരസ്പരം പൊരിഞ്ഞ് അട്ടികിട്ടി ബഹളം. മാസ്റ്ററിനെ ഇന്ന് അടി കിട്ടി ഗോക്കു തെറിച്ചു പോകും. പക്ഷെ ഗോക്കു ആണെങ്കിൽ അങ്ങനെ കറങ്ങി വന്ന് മാസ്റ്ററിനെ ചവിട്ടി തെറിപ്പിക്കും. അപ്പാപ്പനാണെങ്കിൽ വീണ്ടും ഉഷാറായിട്ട് ചാടി വീണ് വീണ്ടും അവർ തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം. അങ്ങോട്ടും ഇങ്ങോട്ടേക്കും പഞ്ച് ചെയ്ത് ഇപ്പൊ നല്ല രീതിയിൽ മുഖത്ത് പരിക്കു പറ്റും. ആണെങ്കിൽ ഗ്യാപ്പ് കൂടാതെ നിർത്താതെ അവരുടെ ഫൈറ്റിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടേയിരിക്കും. ജനങ്ങളെല്ലാവരും അവരിൽ ആരായിരിക്കും ചാമ്പ്യനായി മാറുക എന്ന് ആകാംക്ഷയോടുകൂടെ നോക്കിയിരിക്കുകയാണ്. അടുത്ത നിമിഷം വീണ്ടും അവർ രണ്ടുപേരും സ്കൈയിലൂടെ ഫ്ലൈ ചെയ്ത് വരികയാണ്. അവർ രണ്ടുപേരും അവരുടെ കാലും അടക്കി പരസ്പരം ആഞ്ഞു ചവിട്ടി
ചവിട്ടും. ആ ഒരു ചവിട്ടില് അവർക്കാണെങ്കിൽ കാര്യമായിട്ട് വീണ്ടും പരുക്ക് പറ്റി നിലത്തേക്ക് അടിച്ചു വീഴും. രണ്ടുപേർക്കും ഇപ്പൊ അനക്കമില്ല. ആങ്കർ ആണെങ്കിൽ കൗണ്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ജനങ്ങൾ എല്ലാവരും ആകാംക്ഷയോട് കൂടെ രണ്ടുപേരെയും ഒറ്റുനോക്കും. രണ്ടുപേർക്കും യാതൊരു അനക്കവും ഇല്ല. 10 വരെ കൗണ്ട് ചെയ്തിട്ടും അവരിൽ ആരും എഴുന്നേക്കില്ല. ഉടനെ ഗോക്കു കണ്ണു തുറന്ന് എഴുന്നേക്കാനായിട്ട് ശ്രമിക്കും. മുൽമയും പന്നിക്കുട്ടനും മൊട്ടപ്പനും അവരെല്ലാവരും ഗോക്കുയെ സപ്പോർട്ട് ചെയ്യാണ്. കമോൺ കമോൺ ഗോക്കു, നിന്നെക്കൊണ്ട് തീർച്ചയായിട്ടും ഇത് ചെയ്യാനായിട്ട് കഴിയും. എങ്ങനെയെങ്കിലും നീ എഴുന്നേറ്റ് നിൽക്കണം. ആങ്കർ ആണെങ്കിൽ വിളിച്ചു പറയും, ആദ്യം ആരാണോ എഴുന്നേറ്റ് താനാണ് ചാമ്പ്യൻ എന്ന് പറയുന്നത് അവരായിരിക്കും ഈ ഒരു മത്സരത്തിൽ വിജയിക്കുക. നമുക്കൊരിക്കലും 2 ചാമ്പ്യന്മാരെ തെരഞ്ഞെടുക്കാനായിട്ട് കഴിയില്ല. ഒരേ ഒരാൾ മാത്രമായിരിക്കും ചാമ്പ്യന്മാർ. പക്ഷേ ഇവർ രണ്ടുപേര് സത്യത്തിൽ ചാമ്പ്യന്മാർ തന്നെയാണ്. ഇവിടെ ഗോക്കു ആണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം കേട്ട് പതിയെ പതിയെ പിടിച്ചെഴുന്നേക്കാനായിട്ട് ശ്രമിക്കും. അവൻ പതിയെ എഴുന്നേറ്റ് നിന്ന് താൻ ചാമ്പ്യൻ ആണെന്ന് പറയാൻ ശ്രമിക്കും. പക്ഷെ അടുത്ത നിമിഷം മുഴുവനായിട്ട് കൺട്രോൾ പോയി താഴേക്ക് അടിച്ചു വീഴുകയാണ്. അത് കണ്ട് നമ്മുടെ ആൾക്കാർക്ക് എല്ലാവർക്കും ഒരുപാട് നിരാശ. അത് കഴിഞ്ഞ് നമ്മുടെ മാസ്റ്റർ ജാക്കി ആൾ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇപ്പൊ എഴുന്നേറ്റ് നിന്ന് ഒച്ചത്തിൽ വിളിച്ചു പറയും, ഞാനാണ് ചാമ്പ്യൻ. ഞാൻ ഈ ഒരു കളിയിൽ ജയിച്ചിരിക്കുകയാണ്. ഈ മത്സരത്തിൽ ഞാൻ തന്നെ ഒന്നാമതെത്തി. അടുത്ത നിമിഷം വലിയ ഒച്ചത്തിൽ ആരവ് ഉയരും. ജനങ്ങളെല്ലാവരും ഇപ്പൊ ജാക്കി ചാന്റെ പേര് ഒച്ചത്തിൽ വിളിച്ചു പറയും. ആ ഒരു വലിയ ടൂർണമെന്റില് വലിയ മത്സരത്തിൽ അവസാനം വിജയം തേടിയെത്തിയത് നമ്മുടെ അപ്പാപ്പൻ മാസ്റ്ററിനെയാണ്. മാസ്റ്റർ ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഗോക്കുയെ നോക്കും. സത്യത്തിൽ പരാജയപ്പെട്ടത് ഞാനാണ് ഗോക്കു. നിനക്ക് ഇത്രയും പവർ ഉണ്ടായിരുന്നുവെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഞാൻ ഉപയോഗിച്ച തന്ത്രങ്ങൾ വളരെ ചീപ്പാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ മുൻപിൽ മറ്റൊരു വഴിയില്ലായിരുന്നു. കാരണം ഈ ഒരു മത്സരത്തിൽ നീ ജയിച്ചാൽ നീ ഒരു അഹങ്കാരിയായി തീരും. മറ്റുള്ളവരോടുള്ള സമീപനം പോലും മാറി മറിയും. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. നീ ഇനിയും ട്രെയിൻ ചെയ്യണം. വളരെയധികം സ്ട്രോങ് ആവണം. നിനക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട്. നിന്റെ മുൻപിൽ ഞാൻ ഒന്നുമല്ല. അല്ലെങ്കിൽ നാളെ ഈ സത്യങ്ങളെല്ലാം നീ മനസ്സിലാക്കും. അന്ന് നിനക്ക് ഈ മാസ്റ്ററിനെ മനസ്സിലാവുമെന്ന് പറഞ്ഞ് മാസ്റ്റർ ആണെങ്കിൽ ഗോക്കുവിനെ തന്നെ നോക്കി നിൽക്കും. ഗോക്കു ആണെങ്കിൽ പതിയെ കണ്ണു തുറന്ന് ഞാൻ ജയിച്ചോന്ന് ചോദിക്കും. അതിന് മാസ്റ്റർ പറയും, ഇല്ല, നീ പരാജയപ്പെട്ടു. ഗോക്കുവിനാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ഒരല്പം നിരാശയൊക്കെ തോന്നും. ഇവിടെ ആങ്കർ മിസ്റ്റർ ജാക്കി ചാൻ വിജയിച്ചതായിട്ട് പ്രഖ്യാപിച്ച് ആ ഒരു സമ്മാനത്തുക അദ്ദേഹത്തിന് കൈമാറുകയാണ്. അതിനുശേഷം എല്ലാവരും അവിടുന്ന് ഹാപ്പി ആയിട്ട് കടന്നു പോകും. ഗോക്കു ആണെങ്കിൽ മൊട്ടപ്പന്റെ അടുത്തേക്ക് ഓടിയെത്തും. മൊട്ടപ്പനാണെങ്കിൽ അവനെ കൺഗ്രാജുലേറ്റ് ചെയ്യും. നീ അവസാന നിമിഷം വരെ നന്നായിട്ട് പോരാടി. നീ ജയിക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ കുഴപ്പമില്ല, നീ ജയിച്ചതിന് തുല്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് കേട്ട് ഗോക്കുവിനും ഒരുപാട് സന്തോഷം തോന്നും. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. എത്രയും വേഗം നമ്മുടെ മാസ്റ്ററിനെ കണ്ടെത്തി നമുക്ക് എന്തെങ്കിലും കാര്യമായിട്ട് കഴിക്കണം. മൊട്ടപ്പനെ ഓക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും ഉഷാറായിട്ട് അവിടുന്ന് ഓടുകയാണ്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ മാസ്റ്റർ ആള് തലയിൽ ഒട്ടിച്ചു വെച്ച ആ മുടി അതങ്ങനെ വലിച്ചു പറിച്ചെടുക്കുകയാണ്. കോസ്റ്റ്യൂം ഒക്കെ ചേഞ്ച് ചെയ്ത് ബാക്ക് ടു നോർമലായി മാറും. എന്റെ കുട്ടികൾക്ക് വേണ്ടി ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഗോക്കു മികച്ച ഒരാളായി മാറും. ഒരുപാട് കഴിവുണ്ടെന്ന് പറഞ്ഞ് ആ പ്രൈസ് മണിയിലേക്ക് അപ്പാപ്പനും നോക്കും. ഓ നോ, ഇത് ഒരുപാട് പണമുണ്ട്. ഇതുകൊണ്ട് ഞാൻ ഒരുപാട് ഗേൾസുമായിട്ട് ഫ്ലേർട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ആളങ്ങനെ തുള്ളിച്ചാടും. അതിനുശേഷം പെട്ടിയൊക്കെ എടുത്തുകൊണ്ട് ഇപ്പൊ പുറത്തേക്ക് വരികയാണ്. മാസ്റ്റർ ആണെങ്കിൽ ഗോക്കുവിനോട് പറയും, നീ അവസാന നിമിഷം വരെ നന്നായിട്ട് പോരാടി. നിങ്ങൾ രണ്ടുപേരും ഇത്രയും സ്മാർട്ടാണെന്ന് ഞാൻ കരുതിയിരുന്നില്ല. അത് കേട്ട് ഗോക്കുവിനാണെങ്കിൽ ഭയങ്കര അത്ഭുതം. അപ്പൊ ഞങ്ങളുടെ മാച്ച് അത് മാസ്റ്റർ കണ്ടിരുന്നോ? ഇത്രയും സമയം മാസ്റ്റർ എവിടെയായിരുന്നു? ഉടനെ മാസ്റ്റർ ആണെങ്കിൽ ഗോക്കുവിന്റെ തോളത്ത് തട്ടും. നിങ്ങളുടെ എല്ലാവരുടെയും മത്സരം ഞാൻ കണ്ടു. അവസാന നിമിഷം വരെ നീ നന്നായിട്ട് പോരാടി. ഞാൻ ആക്ച്വലി ജാക്കി ചാന്റെ ഒരു ഓട്ടോഗ്രാഫ് അത് വാങ്ങാനായിട്ട് പോയതാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ലേറ്റ് ആയത്. ഗോക്കു ആണെങ്കിൽ മാസ്റ്ററിനോട് പറയും, എനിക്ക് ഇനിയും ട്രെയിനിങ് എടുക്കണം. എനിക്ക് ജാക്കി ചാനോട് വീണ്ടും ഫൈറ്റ് ചെയ്യണം. മാസ്റ്റർ ആണെങ്കിൽ അതിനൊക്കെ പറഞ്ഞ് അവരെ കൂട്ടിക്കൊണ്ട് പോവാണ്. ചുറ്റുമുള്ള പെമ്പിള്ളേരെ ഒക്കെ വായി നോക്കി നമ്മുടെ മാസ്റ്റർ ആളങ്ങനെ പോകും. മാസ്റ്റർ ആണെങ്കിൽ ബുൽമേ ടീമിനെ എല്ലാവരെയും ഇപ്പോ ഒരു പാർട്ടിക്ക് ക്ഷണിക്കുകയാണ്. അവരെല്ലാവരും ഒരു റെസ്റ്റോറന്റിലേക്ക് വന്ന് ആവശ്യത്തിനനുസരിച്ച് ഫുഡ് വാങ്ങിക്കഴിക്കും. ഗോക്കു ആണെങ്കിൽ ഇഷ്ടം പോലെ ഫുഡ് അതങ്ങനെ വാരി വാരി തിന്നുകൊണ്ടേയിരിക്കും. വേറൊരാണെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് അവന് ഫുഡുകൾ അതങ്ങനെ സെർവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഉച്ച കഴിഞ്ഞ് സമയം സന്ധ്യയായിട്ടും ഗോക്കു അവൻ നോൺ സ്റ്റോപ്പ് ആയിട്ട് തിന്നുകൊണ്ടേയിരിക്കും. അതിനുശേഷം അല്പം ഒന്ന് ബ്രേക്ക് ഇട്ട് ഗോക്കു പറയും, സത്യത്തിൽ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴാണ് എനിക്കൊരു അല്പം ആശ്വാസമായത്. ഇനി കുറച്ച് ഡെസേർട്ടും കൂടെ കഴിച്ചാൽ ഞാൻ ഹാപ്പി ആവും. അത് കേട്ട് നമ്മുടെ ആൾക്കാരെല്ലാവരും നിലത്തേക്ക് വീണ് ഫ്ലാറ്റ് ആവും. അല്പസമയം കഴിഞ്ഞ് ഇപ്പൊ നമ്മുടെ മാസ്റ്റർ ആളാണെങ്കിൽ ബിൽ പേ ചെയ്യാനായിട്ട് ആ കൗണ്ടറിലേക്ക് വരും. ഉടനെ 400 സെന്റ് അവര് കഴിച്ച ഫുഡിന് ബില്ലായെന്നറിഞ്ഞ് നമ്മുടെ അപ്പാപ്പൻ ഞെട്ടുകയാണ്. ആകെ അദ്ദേഹത്തിന് കിട്ടിയത് 500 സെന്റ് ആണ് പ്രൈസ് മണി ആയിട്ട്. അത് മുഴുവനും ഇപ്പൊ അവിടെ ചെലവായി. അപ്പാപ്പനാണെങ്കിൽ അത് കേട്ട് ഷോക്ക് ആവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.